ഡിയർ നെറ്റ് ആസ്പിരൻസ്, കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ വിശകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുണ്ടായിരുന്നത്. 11 ലക്ഷം ആൾക്കാർ എക്സാമിനേഷൻ എഴുതിയിട്ട് അവസാനം NTA ഒരു കൂസലും ഇല്ലാത്ത ചില കാരണങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് അവരുടെ എക്സാം അവർ നടത്തിപ്പിന്റെ ചില ഇഷ്യൂസ് മൂലം അത് ക്യാൻസൽ ചെയ്യുകയുണ്ടായി അല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ഞാൻ കഴിഞ്ഞ ഒരു ലൈവ് സെഷനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൂട്ടർക്ക് അത് ഭാഗ്യമാണ്, മറു കൂട്ടർക്ക് അത് വളരെ വിഷകരമായിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒരു ഡേറ്റ് വെച്ചിട്ട് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ്, എക്സാമിനേഷൻ അപ്പിയർ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരുപാട് വിഷമങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ക്രിസ്റ്റൽ ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ കൃത്യതയോടെ ശ്രദ്ധിക്കുക. എക്സാമിനേഷൻ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രിപ്പറേഷൻ ആഗ്രഹിച്ചിട്ട് അത് ചെയ്തിട്ട് എഴുതാൻ പറ്റാതെ അല്ലെങ്കിൽ എഴുതിയിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ഇനി പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും കേട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എക്സാമിനേഷൻ എന്ന് വരും എന്നുള്ള ചോദ്യം പലപ്പോഴും നിങ്ങൾക്കുണ്ട് അല്ലെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ലൈവ് സെഷനിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ചുരുങ്ങി നിങ്ങൾക്ക് ഒരു 20 ഡേയ്സ് എങ്കിലും കിട്ടും. 20 ദിവസം ഒരിക്കലും ചെറുതല്ല എന്നുള്ളത് പ്രിപ്പറേഷൻ നടത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പൊ നിങ്ങൾ ആ 20 ദിവസത്തെ നിങ്ങളൊന്ന് ഒരു പ്ലാനിലോട്ട് കൊണ്ടുവരിക. അപ്പൊ ഒരു 20 ദിവസം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 20 ദിവസം നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പേപ്പർ 1 നോക്കുവോ പേപ്പർ 2 നോക്കുവോ, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇൻ കേസ് ഞാൻ എന്തെങ്കിലും പോയിന്റ് പറയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് ആയിട്ട് തന്നെ ചോദിക്കാനും ശ്രമിക്കുക. ഉടനടി തന്നെ റിപ്ലൈ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പേപ്പർ 1 കൊടുക്കണോ പേപ്പർ 2 കൊടുക്കണോ? അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ജൂൺ 18 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടെ ഒന്ന് എടുക്കുക. എടുത്തിട്ട് ആദ്യം പേപ്പർ 1 എടുക്കുക. പേപ്പർ 1 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പേപ്പർ 1 നിങ്ങൾക്ക് സേഫ് സോണിൽ എത്തുന്നത് 70 മാർക്കാണ്. ഒരു 80 എബോവ് മാർക്ക് ഉണ്ടോ നിങ്ങൾക്ക് JRF കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പൊ ആ ലെവലിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻസിൽ എവിടെയാണ് വീക്ക് ഏരിയാസ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അവിടെയാണ് രണ്ടാമത്തെ പോയിന്റ്. പ്ലാനിങ് എന്ന് പറയുന്നത് അതായിരിക്കണം. 20 ദിവസത്തേക്കുള്ള ഒരു പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വീക്ക് ഏരിയാസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്നത് പേപ്പർ 1 സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നത്. ഒരു പക്ഷേ പേപ്പർ 2 നിങ്ങൾക്ക് ഒന്നും കൂടി ചിലപ്പോൾ ഈസി ആയേക്കാം. അതേ സമയത്ത് ചില സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം, മാനേജ്മെന്റ് സ്റ്റഡീസ് പോലെയുള്ളത് വളരെ ടഫ് ആയിട്ടുള്ള ഒരുപാട് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് അവിടെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ഹിസ്റ്ററിയുടെ കേസിൽ ഹിസ്റ്റോറിയോഗ്രാഫിക്ക് കുറച്ച് കടുകട്ടി ക്വസ്റ്റ്യൻസ് ഇൻഡെപ്തിൽ ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ യൂട്യൂബിൽ നമ്മൾ അതിന്റെ ലൈവ് ഡിസ്കഷൻ നടത്തിയതാ. കാണാത്തവരുണ്ടെങ്കിൽ ഹിസ്റ്ററി സ്റ്റുഡൻസ് നിർബന്ധമായിട്ട് അത് കാണാനും ശ്രമിക്കാം. ഓക്കെ, അപ്പൊ വീക്ക് ഏരിയാസ് നിങ്ങൾ പേപ്പർ 1 ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഒരു പക്ഷേ ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം മാത്സ് ആയിരിക്കും. മാത്സ് പ്ലസ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഏരിയാസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ രോഗത്തെ കണ്ടെത്തി എന്നുള്ള, പിന്നെ അതിന് കൃത്യമായിട്ട് മെഡിസിൻ എടുത്തിട്ട് നമ്മൾ ചികിത്സിക്കുക എന്ന് പറയുന്നത് പോലെ ആ വീക്ക് ഏരിയാസിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. പേപ്പർ 1 ബാക്കി ഏരിയാസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ICT കുറച്ച് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് അതിൽ കൂടുതൽ വരിക. ഫോർ എക്സാമ്പിൾ AI ടൂൾസിന്റെ കാലഘട്ടം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീക്ക് ഏരിയാസ് കണ്ടെത്തിയതിനു ശേഷം അതിന് കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഇസ് ഗ്രേറ്റ് തിങ്. അതേ സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ്, ആ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം സ്കോപ്പ് കൊടുക്കുക. സോ ഇതാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് സ്ട്രോങ് ഏരിയ, മറ്റൊന്ന് വീക്ക് ഏരിയ. അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ ആദ്യം വീക്ക് ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ആദ്യം പേപ്പർ 1. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇന്ന് ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേപ്പർ 1 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അല്ലെങ്കിൽ പേപ്പർ 1 ഈ പ്രാവശ്യത്തെ എക്സാമിനേഷൻ എഴുതിയവരെ എടുക്കുക. എഴുതാത്തവര് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടും കാര്യങ്ങൾ നോക്കുക. പറയാൻ കാരണം ചില കുട്ടികൾ അപ്ലൈ ചെയ്തിട്ട് എഴുതാൻ പറ്റാത്തവരുണ്ടായിരുന്നു. അവർക്ക് ഒരു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ചോദിച്ചാലും മതി. എവിടെ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 1 ക്വസ്റ്റ്യൻസ് കിട്ടും. ഷിഫ്റ്റ് 1 ഷിഫ്റ്റ് 2 കിട്ടും. അത് നോക്കിയിട്ട് നിങ്ങൾ ഒരു ID ക്രിയേറ്റ് ചെയ്യുക. ഇതിൽ ഈ 50 ക്വസ്റ്റ്യൻസിൽ എനിക്ക് ഏത് യൂണിറ്റ് 10 യൂണിറ്റ് ഉണ്ട് നമുക്കറിയാലോ. ആ ഏത് യൂണിറ്റിന് ഏതാണ് നമ്മുടെ വീക്ക് ഏരിയാസ് അത് ഐഡന്റിഫൈ ചെയ്ത് എഴുതി വെക്കുക അവിടെ. എന്നിട്ട് അതിനെ നിങ്ങൾ ഓരോ ദിവസവും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് കൊടുക്കുക. അതേസമയത്ത് സ്ട്രോങ് ഏരിയാസ് ഉണ്ടാവും, ജസ്റ്റ് റിവൈസ് ചെയ്ത് വെക്കുക. ഇത് പേപ്പർ 1 ചെയ്യണം, പേപ്പർ 2 ചെയ്യണം. ഓക്കെ, പേപ്പർ 2 നിങ്ങൾക്ക് അറിയാം ക്രിസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഹിസ്റ്ററി ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, മലയാളം ഉണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് സപ്പോർട്ട് ഫാക്കൽറ്റീസിന്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഹിസ്റ്ററിയുടെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ കൂട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്
ഈ പ്ലാനിങ് നിങ്ങളുടെ സെറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്തൊരു എക്സാമിനേഷൻ എന്തായാലും ആഫ്റ്റർ 20 ഡേയ്സ് വരും. 20 ഡേയ്സ് ഞാൻ ഏറ്റവും മിനിമം ആണ് നിങ്ങൾക്ക് പറയുന്നത്. ചിലപ്പോൾ അത് ഒരു മാസം എടുത്തേക്കാം, ഒരു മാസത്തിനേക്കാൾ അപ്പുറത്തോട്ടും എടുത്തേക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നെറ്റും JRF നമുക്ക് കിട്ടിയേ പറ്റൂ അല്ലെ. അപ്പൊ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകും. ഓക്കെ, ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്രിസ്റ്റലിന്റെ ടെലിഗ്രാം ചാനൽ എന്നുള്ളത്. അതിൽ പേപ്പർ 1ന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആവട്ടെ, മോഡൽ ക്വസ്റ്റ്യൻസ് ആവട്ടെ, അതൊക്കെ നമ്മൾ അതിൽ ഇങ്ങനെ ബബിൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ കാണുന്ന ലിങ്ക് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് വെറുതെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് കാണുന്ന രൂപത്തിലോട്ട് കാണാതെ ദിസ് ഈസ് യുവർ സ്റ്റഡി പ്ലാറ്റ്ഫോം എന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ അതിലും നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഒരു പക്ഷെ മാത്സ് ആയിരിക്കും, പക്ഷെ ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് ടീച്ചിങ് ആപ്റ്റിൽ ചില ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമല്ലേ, അതുകൂടെ ഞാനൊന്ന് ഇംപ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ ക്വസ്റ്റ്യൻസിലൂടെ എങ്കിലും പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാണ്ട് സർ പേപ്പർ 1ന് ഒരു ബുക്ക് പറഞ്ഞു തരുമോ ഇന്ന് ചോദിക്കുന്ന പല കുട്ടികളെയും കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ ചെയ്യേണ്ടത്. മേക്ക് ഷുവർ ദാറ്റ് ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും വൈ ദിസ് ടോപ്പിക്കിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാനും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്റ്റലിന്റെ പേപ്പർ 1 ക്ലാസ്സസ് ബാക്കിയുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിപ്പിക്കുന്നത് കോൺസെപ്റ്റാ. വൈ ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ബീങ് ആസ്ക്ഡ്, എന്തുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നു. വാട്ട് ഇസ് ദ റെലവൻസ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അത് എന്തിനാണെന്നുള്ള കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കി എടുത്തിട്ടാണ് ടോപ്പിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് എലിമിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ കോൺസെപ്റ്റ് ഇല്ലാതെ നിങ്ങൾ എത്ര വായിച്ചാലും സർ 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു, 5 ഓപ്ഷൻ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ആയിരിക്കും നിങ്ങൾ പറയുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. അപ്പോ ഞാൻ ഡിയർ സ്റ്റുഡൻസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒട്ടും ലേറ്റ് ആയിട്ടില്ല. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു അവസരം വീണ്ടും വന്നിരിക്കുകയാണ്. ആ അവസരത്തെ നല്ലതുപോലെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതേ സമയത്ത് ഒരു കാര്യം കൂടി നമ്മൾ അനൗൺസ് ചെയ്യാണ്. ഡിസംബർ 2024 നമ്മുടെ മുമ്പിൽ 5 മാസം ഫുള്ളി ഉണ്ട്. ഐ ക്യാൻ സേ ഫുള്ളി ഉണ്ട്. നിങ്ങൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് എങ്കിൽ അങ്ങനെ, അല്ല നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ പെട്ടുള്ള ആരെങ്കിലും ഡിസംബറിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഓഫീസ് നമ്പറുമായിട്ടൊന്ന് കണക്ട് ചെയ്യിപ്പിച്ചു കൊടുക്കുക. നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില ഫ്രീ സെഷൻസ്, ഫ്രീ ഗൈഡൻസ്, അതുപോലെ നമ്മുടെ ബാച്ചും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാം നിങ്ങൾക്ക് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. എല്ലാ ഗ്രൂപ്പിലും അത് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള UGC നെറ്റ് 2024 എക്സാം മാറ്റി വെച്ചതിന് ശേഷം ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. എന്നാലാണ് നമുക്ക് നിങ്ങളുടെ ബാക്കിയുള്ള പൊട്ടൻഷ്യലും പൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടി സാധിക്കുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ടൈമിന്റെ റെലവൻസ് ഉണ്ട്, പ്ലാൻ ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെ ആയിരിക്കണം, എന്നിട്ട് നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ പഠിക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാൻ പറ്റിയത് ഒരു സ്റ്റുഡന്റ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നമുക്കൊരു സപ്പോർട്ട് വേണം. അപ്പൊ മാക്സിമം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ പറ്റുന്നവരൊക്കെ ഇത് നിങ്ങളുടെ നെറ്റിന്റെ ഗ്രൂപ്പുകളിലോ കോളേജ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസുകളായിട്ട് വെക്കുന്ന സമയത്ത് നിങ്ങൾ മൂലം മറ്റൊരു വ്യക്തിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ, അവരുടെ പ്രിപ്പറേഷൻ അത് സഹായിക്കുകയാണെങ്കിൽ അവർക്കും ഒരു പക്ഷെ നെറ്റോ JRF കിട്ടുന്നതിലോട്ട് ഈ വീഡിയോ, ഈ ഒരു ഐഡിയ, ഈ ഒരു ഇൻസൈറ്റ് കാരണമാവില്ലേ? അതിൽ നിങ്ങളും ഒരു റീസൺ അല്ലേ? അങ്ങനെ ടുഗദർ നമുക്ക് നമ്മുടെ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം വിത്ത് ക്രിസ്റ്റൽ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. ഒരു കാര്യം കൂടെ, ഡിസംബർ 2024 ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. 7593885533 എന്ന് പറയുന്ന നമ്പറാണ്. നിങ്ങളുടെ എല്ലാ വിലപ്പെട്ട അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, മാക്സിമം കുട്ടികളോട് എത്തുക. എന്തായാലും NTA ചെയ്തത് അത്ര നല്ല കാര്യമല്ല. 11 ലക്ഷം കുട്ടികളുടെ എഫേർട്ടിനെയാണ് അവർ സിംപ്ലി ഒരൊറ്റ നൈറ്റിലെ ഡിസിഷൻ കൊണ്ട് മാറ്റിമറിച്ചിട്ടുള്ളത്. വിഷമമുണ്ട്, പക്ഷെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ മുന്നോട്ട് തന്നെ പോവുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടെ റീസ്റ്റാർട്ട് യുവർ ലേണിംഗ്. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. വി ആർ വിത്ത് യു, ടീം ക്രിസ്റ്റൽ. താങ്ക് യു.